PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ് നമ്മൾ എടുക്കുന്നത്. ഇംഗ്ലീഷ് സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ, ദാറ്റ് ഈസ് മൈ സിസ്റ്റേഴ്സ് ഷൂ ആണ് എടുക്കുന്നത്. നമ്മൾ പറഞ്ഞു മൈ സിസ്റ്റേഴ്സ് ഷൂസ്, ഇറ്റ് ഈസ് എ സ്ക്രീൻ പ്ലേ റിട്ടൺ ബൈ, അത് എഴുതിയതാണ് മാജിദ് ബജീദി എഴുതിയതാണ്. ഇറ്റ്സ് എൻ ഇറാനിയൻ ഫിലിം മേക്കർ ആണ്. ഒരു ഇറാനിയൻ ഫിലിം ആയിട്ടുള്ള ദ ചിൽഡ്രൻ ഓഫ് ഹെവൻ, ആ ഫിലിമിന്റെ സ്ക്രീൻ പ്ലേ ആണ് ഇവിടെ. നമ്മൾ ഫസ്റ്റ് സീനില് ഒരു കോബ്ലർ ഷോപ്പാണ്. അതിൽ നമ്മൾ പറഞ്ഞു അരി അവിടുന്ന് ഇറങ്ങി വരുന്നത് വരെയാണ് ഉണ്ടായിരുന്നത്. ചെരുപ്പ് കുത്തി കഴിഞ്ഞു തുന്നി കിട്ടിയ ആ ചെരുപ്പും പിടിച്ചുകൊണ്ട് അരി അവിടുന്ന് ഇറങ്ങി പോരുകയാണ്. ആൻഡ് സെക്കൻഡ് സീനില് ഇറ്റ് വാസ് എ ബേക്കർ ഷോപ്പ്. അവിടെ ഞാൻ ഉണ്ടാക്കി അത് വാങ്ങിച്ച് അത് പൊതിഞ്ഞ് കെട്ടി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആൻഡ് ദ തേർഡ് സീൻ he was coming to the, അപ്പൊ ഫസ്റ്റ് രണ്ട് സീനിൽ വലിയ ഇൻസിഡന്റ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ തേർഡ് സീൻ ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്, അങ്ങനെ ഇത്തിരി ഇമ്പോർട്ടന്റ് കൂടിയാണ്. അവിടെ ഒരു സംഭവം ഉണ്ടായി. അവന്റെ ഷൂവിന്റെ പൊതിയും ആ നാന്റെ പൊതിയും അവിടെ വെച്ച് പോയെങ്കിലും ആ ജങ്ക് കളക്ടർ വന്ന് ഷൂ എടുത്തുകൊണ്ട് പോയി. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻസിഡന്റ് അവിടെയാണ് തുടങ്ങുന്നത് കേട്ടോ. അവന്റെ സിസ്റ്ററിന്റെ ഷൂ, അവന്റെ പൊതി അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ആ പൊതി ആ ജങ്ക് കളക്ടർ കൊണ്ടുപോയി. അത് അന്വേഷിച്ച് അവിടെ കിടന്ന് ബഹളം വെച്ച് അക്ബറൊക്കെ അവനെ അവിടുന്ന് ഓടിപ്പിക്കുകയാണ് അല്ലെ. ആൻഡ് സീൻ 4 ആണ്. അടുത്ത ലാസ്റ്റ് സീനിലാണ് അലീസ് ഹൗസ്. തിരിച്ചു വന്നു. അവൻ കടകളിൽ നിന്നൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു. ഷൂ നഷ്ടപ്പെട്ടു. പക്ഷെ ഷൂ നഷ്ടപ്പെട്ട വിവരം വീട്ടിൽ പറയാനുള്ള പേടിയായിരുന്നു. മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ഓഫ് അലി ആൻഡ് സിസ്റ്റർ സഹറ റീഡിംഗ് ദെയർ ടെക്സ്റ്റ് ബുക്ക് നീലിംഗ് ഓൺ ദ മാട്രസ്. കണ്ടോ, പണം കൊടുത്തിട്ടുണ്ട്. ഒരു മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ടിൽ നിന്ന് കാണിക്കാണ്, ക്ലോസപ്പ് അല്ല എന്ന്, കുറച്ച് ദൂരമായിട്ട്, ലോങ് ഡിസ്റ്റൻസിലും അല്ല, മിഡിൽ ഡിസ്റ്റൻസിൽ കാണിക്കുകയാണ്. അലിയും അലിയുടെ സിസ്റ്റർ സഹറ റീഡിംഗ് ദെയർ ടെക്സ്റ്റ് ബുക്ക്, രണ്ടുപേരും അവരുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയാണ്. നീലിംഗ് ഓൺ ദ മാട്രസ്. എവിടെ ഇരിക്കുന്നത്? കുത്തിയിരിക്കുന്നത് ഒരു മാട്രസില്, പായയിൽ ഇരിക്കുന്നത് കാണുന്നില്ലേ? എ ബേബീസ് ക്രൈ ഈസ് ഹേർഡ് ഫെയിൻലി ഓൺ ദ സൗണ്ട് ട്രാക്ക്. ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ കേട്ടോ. ഒരു കുട്ടിയുടെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. The camera closes in on the Sahara. പിന്നെ അടുത്തത് ക്യാമറ ക്ലോസ് അപ്പ് ചെയ്യാണ് അതിലേക്ക്, സഹറയിലേക്ക്. Who is writing in a notebook? സഹറ, she was writing in a notebook. നോട്ട്ബുക്കിൽ അവിടെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഫോക്കസ് ചെയ്യാണ്, ക്ലോസ് അപ്പ് ചെയ്യാണ്. Mumbling the words as she write. എഴുതുന്ന സമയത്ത് അവൾ പറഞ്ഞാണ് എഴുതുന്നത്. മംബിളിംഗ് പിറുപിറുത്തുകൊണ്ട് പതുക്കെ പറഞ്ഞ് അവളിങ്ങനെ എഴുതണം ഓരോന്ന് പറയുമ്പോ. ഇനി അവൾ പറയാണ് എന്താ അവൾ എഴുതണേന്ന് പറയുന്നത് നോക്കാം. അലി, ഹൗ ആം ഐ ഗോയിങ് ടു സ്കൂൾ വിത്തൗട്ട് ദ ഷൂസ്. അവളെ അപ്പൊ എന്താ എഴുതിയത്? അവളെ ബ്രദറിന്റെ അടുത്ത് അലിനെ വിളിച്ചുകൊണ്ട് പറയാണ്, അലി, ഹൗ ആം ഐ ഗോയിങ് ടു സ്കൂൾ വിത്തൗട്ട് ദ ഷൂസ്. നീ നാളെ ഷൂസ് ഇല്ലാതെ ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും? ദ ക്യാമറ മൂവ്സ് ബാക്ക് ടു ദ മിഡിൽ ഡിസ്റ്റൻസ്. അപ്പൊ ആദ്യം ക്ലോസപ്പിൽ കാണിച്ചു അല്ലെ. ക്ലോസപ്പില് സഹറ എഴുതുന്നത് കാണിക്കാന് അലിക്ക് കൊടുക്കുന്ന കുറിപ്പാണ്. രണ്ടുപേരും ഇരുന്ന് പഠിക്കാണ് അടുത്തടുത്ത്. അവിടെ ഇരുന്നുകൊണ്ട് അവൾ നോട്ട്ബുക്കിൽ എഴുതി കൊടുക്കാണ് അലിയോട്, ഇനി നാളെ ഞാൻ എങ്ങനെ സ്കൂളിൽ പോകുമെന്ന് ചെരുപ്പില്ലാതെ. അപ്പോ ക്യാമറ പിന്നെ മൂവ് ബാക്ക് ടു ദ മിഡിൽ ഡിസ്റ്റൻസിലേക്ക്, രണ്ടുപേരും കൂടി കാണണമെങ്കിൽ മിഡിൽ ഡിസ്റ്റൻസിലേക്ക് നീങ്ങി. നൗ ബോത്ത് സഹറ ആൻഡ് അലി ആർ ഇൻ ദ ഫ്രെയിം. ഇപ്പൊ നമുക്ക് ഫ്രെയിമിൽ ആരെ കാണാം? രണ്ടുപേരും, സഹറയും അലിനെയും കാണാം. പിന്നെ ദയർ പാരന്റ്സ് കോൺവെർസേഷൻ ഓൺ ദ അതർ എൻഡ് ഓഫ് ദ റൂം. റൂമിന്റെ മറ്റേ അറ്റത്തുനിന്ന് കാണുന്നില്ല കേട്ടോ, നമുക്ക് കോൺവെർസേഷൻ കേൾക്കുന്നുള്ളൂ, സംഭാഷണം ഇവരുടെ പാരന്റ്സിന്റെ. ഈസ് ഹേർഡ് ഓൺ ദ സൗണ്ട് ട്രാക്ക്. ഇന്റർസ്പേഴ്സ് ചെയ്യാ, കൂടിക്കലരുക, ഇടകലർന്നിട്ട് വിത്ത് ദ സൗണ്ട് ഓഫ് ദ ഹാമർ ബാങ്ങിങ്. ഒരു ഹാമർ, ചിറ്റിയോ കൊണ്ട് ഇങ്ങനെ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ചിറ്റിയോ കൊണ്ട് എന്തോ അടിക്കുന്ന ശബ്ദം, അതിന്റെ ഇടയിൽ കൂടെ അതിന്റെ കൂടെ ഇന്റർസ്പേഴ്സ് ചെയ്തിട്ട് പാരന്റ്സിന്റെ സംഭാഷണവും അവിടെ കേൾക്കുന്നുണ്ട്. അപ്പൊ 4ാമത്തെ സീൻ നമ്മൾ പറഞ്ഞു അലിയുടെ വീടാണ്. അലിയും അലിയുടെ സിസ്റ്ററും ഇരിക്കണം. ഇവർ രണ്ടുപേരും നമുക്ക് ക്യാമറയുടെ മുന്നിൽ കാണുന്നുണ്ട്. പക്ഷെ അവന്റെ പാരന്റ്സിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. പിന്നെ ഒന്നുകൂടി കേട്ടു ഒരു കുഞ്ഞിന്റെ കരച്ചിലും. അപ്പൊ നമുക്ക് മനസ്സിലായ ആ വീട്ടിലുണ്ടായ മെമ്പേഴ്സ് ആരൊക്കെയാണ്? അലി, സഹറ ആൻഡ് ദെയർ ഫാദർ, മദർ. പിന്നെ അവർക്കൊരു ചൈൽഡ് ഉണ്ടാവും, ഒരു ബേബി ചൈൽഡ് ഉണ്ടാവും. ആണാണോ പെണ്ണാണോ എന്ന് പറ്റില്ല, ഒരു ബേബി അവിടെ ഉണ്ട്, കരയുന്ന ശബ്ദം കിട്ടും. അപ്പൊ ഇങ്ങനെ 5 പേരാണ് വീട്ടിലുള്ളത്. അപ്പൊ മദർ ഓഫ് സ്ക്രീൻ. എന്താ ഓഫ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ സ്ക്രീനിന്റെ പുറത്ത്, കേൾക്കുന്ന മാത്രമേ ഉള്ളൂ, കാണുന്നില്ല. സ്ക്രീനിന്റെ പുറത്ത് അമ്മയുടെ ശബ്ദം കേൾക്കാണ്. ഗോ ടു യുവർ കമ്പനി സ്റ്റോർ ടുമാറോ. അവൾ ഫാദറിന്റെ അടുത്ത് പറയാണ്, അമ്മ അച്ഛനോട് പറയാണ്, ഗോ ടു യുവർ കമ്പനി സ്റ്റോർ ടുമാറോ. We don't have any formula left.
ഫോർമുല ഇറ്റ് ബേബി ഫുഡാണ്. ബേബി ഫുഡ് കഴിഞ്ഞു, ഈ കുട്ടിക്ക് കൊടുക്കാനുള്ള ഫുഡ് കഴിഞ്ഞു എന്ന് ആ ഫുഡ് ഒന്ന് പോയി വാങ്ങിക്കണം എന്ന്. സഹറ പാസസ് നോട്ട്ബുക്ക് ടു അലി. അത് നമ്മൾ അവിടെ ശബ്ദം കേൾക്കുന്നു. ആ സമയത്ത് ഇവിടെ സ്ക്രീനിൽ അലീനെയും സഹറേനെയും കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ സഹറ വീണ്ടും എഴുതി കൊടുക്കുകയാണ്. പാസസ് ഹർ നോട്ട്ബുക്ക് ടു അലി. അലിക്ക് നോട്ട്ബുക്കിൽ എഴുതി. എന്താണ് എഴുതിയത് നേരത്തെ പറഞ്ഞു. എന്താ അലിയോട് ചോദിച്ചത്? ഞാൻ ഇനി എങ്ങനെ നാളെ സ്കൂളിലേക്ക് പോകും, ചെരുപ്പില്ലാതെ ഞാൻ എങ്ങനെ പോകും എന്ന് എഴുതിയിട്ട് അവിടെ കൊടുക്കുകയാണ്. അപ്പൊ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ സീനിൽ പറയുന്നത് കേട്ടോ. ഓഫ് സ്ക്രീനില് ഫാദറിന്റെയും മദറിന്റെയും സംഭാഷണം കേൾക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇവിടെ സ്ക്രീനിൽ നമ്മൾ അലിയും സഹറയും തമ്മിലുള്ള സംഭാഷണം, അവരുടെ ആക്ഷൻസ് ആണ്. ഇവിടെ സഹറ ആ കടലാസ് നോട്ട്ബുക്ക് എടുത്ത് കൊടുത്തു. ഇനി അടുത്ത ഫാദറിന്റെ ആണ് കേട്ടോ. അമ്മ പറഞ്ഞതിന് മറുപടിയായിട്ട് അമ്മയും അച്ഛനും തമ്മിൽ ഓഫ് സ്ക്രീനിന്റെ സംഭാഷണം മനസ്സിലാക്കാൻ ശരിക്കും. അമ്മയും അച്ഛനും തമ്മിൽ അവിടെ റൂമില് സംഭാഷണം കേൾക്കുന്നേ ഉള്ളൂ നമ്മള്. ഇവിടെ സീനില് അലിയും സഹറയും തമ്മിൽ. അപ്പൊ ഇവിടെ സഹറ അത് കൊടുത്തു അല്ലെ. ഇനി ഫാദർ പറയുന്നതാണ് ഡോൺ വറി, നീ വിഷമിക്കണ്ട, എന്ന് ചെന്നാ ഞാൻ പോയി വാങ്ങിച്ചോളാം എന്നുള്ള അർത്ഥത്തില്. എന്ത്? ആ ഫോർമുല ബേബി ഫുഡ് വാങ്ങിക്കാൻ. ഫാദർ ഓഫ് സ്ക്രീൻ. വീണ്ടും ഫാദറിന്റെ ശബ്ദം കേൾക്കുന്നത്. റഹീമക്കാസ് വൈഫ്. റഹീമക്ക നമ്മൾ പറഞ്ഞു അക്ക, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടാണ് അക്ക. മിസ്റ്റർ അല്ലേ. അപ്പൊ മിസ്റ്റർ റഹീമിന്റെ വൈഫ് ഹാഡ് സ്ലിപ്ഡ് ദ ഡിസ്ക്. അവളുടെ ഡിസ്ക് എന്താ? നട്ടലിന്റെ അവിടെ നടുവ് ഒന്ന് ഉളുക്കിയിട്ടുണ്ടായ, അവളുടെ നടുവ് ഒന്ന് സ്ലിപ്പ് ചെയ്തിട്ട് ഒന്ന് ഉളുക്കിയിട്ടുണ്ട്. സർജറി മെയ്ഡ് ഇറ്റ് വേഴ്സ്. നടുവ് ഒന്ന് ഉളുക്കിയിട്ടുണ്ടായുള്ളൂ. എന്നിട്ട് അതിനവൾ എന്ത് കൊണ്ടുപോയി ചെയ്തു? റഹീമക്കയുടെ വൈഫ് സർജറി നടത്തി, ഓപ്പറേഷൻ നടത്തിയതുകൊണ്ട് അത് എന്ത് സംഭവിച്ചു? മെയ്ഡ് ഇറ്റ് വേഴ്സ്. അതൊന്നും കൂടി മോശമായി, നടുവേദന വീണ്ടും കൂടിയെന്ന്. Alternate close-up of Ali and Sahara listening to their parents' conversation and looking at each other. ഇനി alternate ആയിട്ടുള്ള close-up ആണ്. ക്ലോസപ്പിൽ ആദ്യം സഹറയെ കാണിക്കും, പിന്നെ അലിയെ കാണിക്കും, വീണ്ടും സഹറ, വീണ്ടും അലി. അങ്ങനെ ക്ലോസപ്പ് ഓൾട്ടർനേറ്റ് മാറി ക്ലോസപ്പ് കാണിക്കുകയാണ്. അലിയും സഹറയും പാരന്റ്സിന്റെ സംഭാഷണം കേൾക്കുന്നതിനെ കുറിച്ച്. അവരത് കേൾക്കുമ്പോൾ റെസ്പോണ്ട് ഉണ്ടല്ലോ, അത് ക്യാമറയിൽ കാണിക്കുകയാണ്. കട്ട് ടു മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ദ മദർ ലൈൻ. പിന്നെ നമുക്ക് കാണിക്കാൻ തുടങ്ങി മിഡിൽ ഡിസ്റ്റൻസ്. കുറച്ചുകൂടി ക്യാമറ കൂടി നീക്കിയപ്പോ ഇത്ര നേരം അടുത്താണ് കാണിച്ചത് അല്ലെ. കുറച്ചുകൂടി ക്യാമറ നീക്കിയപ്പോ സൈഡില് നമ്മൾ പടം കാണുന്നുണ്ട് അല്ലെ. ടെക്സ്റ്റിൽ കണ്ടില്ല എല്ലാവരും? ഇവിടെ പടം കാണുന്നുണ്ട്, അമ്മ അവിടെ കിടക്കുന്നത്. മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ഓഫ് ദ മദർ ലൈങ് ഓൺ എ ബെഡ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഓഫ് ദ ഫ്രെയിം. എവിടെയാണ്? ആ ഫ്രെയിമിന്റെ ലെഫ്റ്റ് സൈഡിൽ അമ്മ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ലീനിങ് ബാക്ക്, ലീനിങ് ചാരി ഇരിക്കുകയാണ്. ബാക്ക് അഗൈൻസ്റ്റ് ടു പ്രോപ്പർ പില്ലോസ്. രണ്ട് കാണുന്നുണ്ടോ എല്ലാവരും പടത്തില്? രണ്ട് പ്രോപ്പർ തലയിണകൾ ഇങ്ങനെ അടക്കി വെച്ചിട്ട്, രണ്ട് തലോണ മേൽക്ക് മേൽ വെച്ചിട്ട് അതിലേക്ക് ചാരി ഇരിക്കുന്നതാണ്. ഫാദർ ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ. അതിന്റെ അരികത്ത് കാണുന്നില്ലേ? ഫാദർ ഇരിക്കുന്നുണ്ട്. സിറ്റിംഗ് ഓൺ എ ചെയർ ബിയോണ്ട് ദ ബെഡ് നിയർ ദ വാൾ. ചുമരിനോട് അടുത്ത്. ബിയോണ്ട് ദ ബെഡ്, ബെഡിന്റെ അരികെ ചുമരിന്റെ അടുത്തേക്ക് നീങ്ങിയിട്ട് ആരിയ്ക്കുന്നുണ്ട്? ഫാദർ ഇരിക്കുന്നുണ്ട്. ഫാദർ എന്താ അവിടെ ചെയ്യുന്നത്? ചോപ്പിംഗ് ദ വുഡൻ ഫ്ലിന്റ്. വുഡൻ മരത്തിന്റെ കഷ്ണങ്ങള് വിത്ത് എ ഹാമർ ഓൺ എ ബ്ലോക്ക്. ഒരു കട്ടയമേ മരത്തിന്റെ കഷ്ണങ്ങൾ വെച്ച് ഇങ്ങനെ വെട്ടി നുറുക്കുന്നുണ്ട്. ബിഹൈൻഡ് ഹിം ആർ ദ ടു ലെഡ്ജേഴ്സ്. അതൊന്നും അവിടെ ഫോട്ടോയിൽ കാണുന്നുണ്ട് ഇല്ലേ? രണ്ട് ഷെൽഫുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. Behind him are the two ledgers on which are seen some vessels and clothes. Vessels എന്താ? പാത്രങ്ങൾ. കാണുന്നില്ല സീനില്? അവിടെ കുറച്ച് പാത്രങ്ങൾ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ക്ലോത്ത്സ് ഉണ്ട് അവിടെ. ഫാദർ യു ഷുഡ് ലേൺ ടു ലിവ് വിത്ത് ഇറ്റ്. അപ്പൊ ഫാദർ പറയാണ് റഹീമക്കയുടെ വൈഫ്, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. റഹീമക്കയുടെ വൈഫിന് സർജറി ചെയ്തു, നട്ടലിന് വേദന വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തു, ഇപ്പൊ വേദന കൂടിയിരിക്കുകയാണ്, വേഴ്സായിരുന്നു. അതുകൊണ്ട് യു ഷുഡ് ലേൺ ഇറ്റ് ടു ലീവ് വിത്ത്. നീ അതും വെച്ച് ജീവിക്കാൻ പഠിക്കുക. അവിടെ എന്താണ് ഇറ്റ്? യു ഷുഡ് ലേൺ, നീ പഠിക്കണം. ടു ലീവ് വിത്ത്, എന്തിന്റെ കൂടെ ലീവ് ചെയ്യാൻ, എന്ത് ജീവിക്കാൻ? വിത്ത് ഇറ്റ്, അതും കൊണ്ടുകൊണ്ട്. എന്താ കൊണ്ട്? ഡിസ്ക് പെയിൻ. ഈ ഡിസ്ക് പെയിൻ, ഈ നട്ടലിന്റെ നടുവിന്റെ വേദന കൊണ്ട് അത് സഹിച്ച് ജീവിക്കാൻ പഠിക്കും. അല്ലാതെ അതുകൊണ്ട് ഇപ്പൊ ഓപ്പറേഷൻ നടത്തുകൊണ്ട് കാര്യമൊന്നുമില്ല, വേദന മാറുന്നില്ല. അപ്പൊ അതൊക്കെ സഹിച്ച് ജീവിക്കാൻ പഠിക്കുകയാണ്. പിന്നെ കട്ട് ക്ലോസപ്പ് യു ആർ കാണിക്കുന്നത് ഓഫ് അലി റീഡിംഗ് ഫ്രം ദ ബുക്ക് സഹറ ഹാസ് പാസ്ഡ്. അലി സഹറ എഴുതി കൊടുത്തില്ലേ? ആ പുസ്തകം
സഹറ അലിയുടെ കയ്യിൽ കൊടുത്തു. ഇനി നമ്മൾ കാണുന്നത് അലി അത് വായിക്കുകയാണ്. അപ്പൊ അലി അത് വായിക്കുന്ന നേരത്തെ ഓഫ് സ്ക്രീനിൽ വേറെ കാണിക്കുകയാണ് കേട്ടോ, ഫാദറിന്റെയും മദറിന്റെയും കാര്യം. മദർ വീണ്ടും പറയണേ, വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു? നീ എന്താ വിചാരിക്കണേ, ഞാൻ എന്താ ചെയ്യണേ? ഡു നത്തിങ് ഓൾ ഡേ, പകൽ മുഴുവനും, ഞാൻ ദിവസം മുഴുവനും ഒന്നും ചെയ്യാതെ ഈ നടുവിന് വേദന എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാ മതിയോന്ന്. അലി സ്റ്റാർട്ട്സ് റൈറ്റിംഗ് ഇൻ ദ നോട്ട് ബുക്ക്. അപ്പൊ അവിടെ അലി വായിച്ചു കഴിഞ്ഞിട്ട് അലി എഴുതാൻ തുടങ്ങി. സ്റ്റാർട്ട്സ് ടു റൈറ്റ് ഇൻ ദ നോട്ട് ബുക്ക്. നോട്ട് ബുക്കിൽ അവന് കുറിപ്പ് എഴുതാൻ മറുപടി. ഇനി അപ്പുറത്ത് വീണ്ടും അവരുടെ ശബ്ദം, ആരുടെ? ഫാദറിന്റെ. അമ്മ പറഞ്ഞതിന് മറുപടി ഫാദർ പറയാണ് കേട്ടോ. ഫാദർ പറയാണ് ഓഫ് സ്ക്രീനിൽ തന്നെ, വെൽ ദ ഡോക്ടർ ഹാസ് ഫോർബിഡൻ ദ വർക്ക്. ഡോക്ടർ നിനക്ക് വർക്ക് ചെയ്യണ്ട, ഫോർബിഡൻ ചെയ്തിട്ടാണ്, വിലക്കിയിരിക്കുകയാണ്. നീ ജോലിയൊന്നും ചെയ്യരുത്, നീ റെസ്റ്റ് എടുക്കാൻ ആര് പറഞ്ഞിട്ട്? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അലി റൈറ്റ്സ്. അപ്പൊ നമ്മൾ ഈ സൈഡില് അലി എഴുതുന്നതാണ് നമ്മൾ പറഞ്ഞല്ലേ. അലി എഴുതി, എന്താ എഴുതിയത് നോക്കിയേ? യു ക്യാൻ ഗോ ടു സ്കൂൾ വിത്ത് സ്ലിപ്പർ. നീ എന്ത് ചെയ്താൽ മതി? ഷൂ വേണ്ട, സ്ലിപ്പർ ഇട്ട് പൊക്കോളാം. മംബ്ലിംഗ് ദ വേർഡ്സ് ആസ് ഹി റൈറ്റ്. അവനും ഇങ്ങനെ പറഞ്ഞു എല്ലാം പിറുപിറുത്തോണ്ട് എഴുതി. ആൻഡ് പാസസ് ദ നോട്ട്ബുക്ക് ടു സഹറ. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? സഹറയുടെ കയ്യിൽ നോട്ട്ബുക്ക് കൊടുക്കുകയാണ്. ക്ലോസ് അപ്പ് ഓഫ് ദ നോട്ട്ബുക്ക്. പിന്നെ ക്ലോസ് അപ്പിലെ നോട്ട്ബുക്കാ കാണിക്കണേ. എന്ത്? ഇവൻ ഇങ്ങോട്ട് കൊടുക്കണത്, ആ നോട്ട്ബുക്ക് ഇങ്ങോട്ട് കൊടുക്കണത്. അപ്പൊ മദർ അപ്പുറത്ത്. ഇനി അവരുടെ സംഭാഷണം. ഇതിന്റെ രണ്ട് സംഭവങ്ങളാണ്. അലിയും സഹരയും കൂടി ഈ നോട്ട്ബുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കൊടുക്കുന്നു. ഈ സമയത്ത് ഫാദറിന്റെയും മദറിന്റെയും സംഭാഷണങ്ങൾ കേൾക്കുന്നു കേട്ടോ. അത്രയേ ഉള്ളൂ. ഇവിടെ മദർ പറയുകയാണ്, കോക്കബ് ഗാനോം സിസ്റ്റർ ഹാഡ് സർജറി ആൻഡ് ഷീ ഈസ് വൺ. അപ്പൊ ഫാദർ ഇവിടെ പറഞ്ഞു ആരുടെയാണ്? രഹിമക്കയുടെ വൈഫിന് ഓപ്പറേഷൻ നടത്തിയിട്ട് സർജറി നടത്തിയിട്ട് മാറിയില്ലാന്ന്, അതുകൊണ്ട് നമുക്ക് ചെയ്യണ്ട, നീ ഇത് സഹിച്ച് ജീവിച്ചാൽ മതി. അപ്പൊ അവള് പറയാണ് എന്താണ്? അമ്മ പറയാണ് വേറൊരു സംഭവം പറയാണ്. ആരുടെയാണ്? കോക്കബ് ഗാനോം സിസ്റ്റർ ഹാഡ് എ സർജറി. കോക്കബ് ഗാനോമിന്റെ സിസ്റ്ററിനും സർജറി നടത്തിയല്ലോ. ആൻഡ് ഷീ ഈസ് ഫൈൻ. അവൾക്ക് സുഖമായല്ലോ, അവളുടെ നടുവേദന മാറിയല്ലോ എന്ന്. കട്ട് ടു ക്ലോസർ ടു സഹറ ടേക്കിംഗ് ദ നോട്ട്ബുക്ക്. അങ്ങനെ സഹറ നോട്ട്ബുക്ക് എടുക്കുന്നത് ക്ലോസപ്പിൽ ഇങ്ങനെ കാണിക്കാണ്. അലി എഴുതിയിട്ട് പാസ് ചെയ്തില്ലേ, അത് സഹറ എടുത്ത് നോക്കി. ആൻഡ് റീഡിംഗ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇൻ. അലി അതിന് എഴുതിയത് വായിച്ചു നോക്കി. ആ സമയത്ത് വീണ്ടും അവൻ ആ നോട്ട്ബുക്ക് അവൻ എഴുതിയത് കൊടുത്തു. സഹറ അത് വായിക്കുകയാണ്. ആ സമയത്ത് ഫാദറിന്റെ ശബ്ദം കേൾക്കണം അപ്പുറത്ത് കേട്ടോ. ഓഫ് സ്ക്രീനിലാണ്, സ്ക്രീനിന്റെ പുറത്ത്. ഡോണ്ട് എവർ തിങ്ക് അബൌട്ട് സർജറി. നീ എന്തായാലും സർജറിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഫാദർ പറഞ്ഞു സർജറി ചെയ്യണ്ട, സർജറി ചെയ്താൽ മാറില്ല, വേഴ്സ് ആവുള്ളൂ. ഓൾട്ടർനേറ്റ് ക്ലോസ് അപ്പ് സഹറ ആൻഡ് അലി ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ. വീണ്ടും നമ്മൾ കാണിക്കുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ക്ലോസ് അപ്പ് ആണ്. ഓൾട്ടർനേറ്റ് മാറി ആദ്യം അലിയാണെങ്കിൽ പിന്നെ സഹറ, പിന്നെ അലി, അങ്ങനെ മാറി കാണിക്കുകയാണ്. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. ഫാദർ ഓഫ് സ്ക്രീൻ. വീണ്ടും ഫാദറിന്റെ സംഭാഷണം നമ്മൾ കേൾക്കുകയാണ്. ഓഫ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഇത് സീനിൽ കാണുന്നില്ല കേട്ടോ, സംഭാഷണം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഐ ഡോണ്ട് വോണ്ട് യു ടു ബിക്കം ക്രിപ്പിൾ. എനിക്ക് ഇഷ്ടമില്ല നീ എന്തായിട്ട് നടക്കാൻ. ക്രിപ്പിൾ മുടന്തി. നീ മുടന്തി നടക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. വെറുതെ നമ്മൾ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് സർജറി നടത്തിയാൽ നീ മുടന്തി നടക്കേണ്ടി വരും, അത് വേണ്ട. കട്ട് ടു എ ക്ലോസ് അപ്പ് ഓഫ് സഹറ റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. വീണ്ടും നമ്മൾ ഇപ്പുറത്ത് ഇവിടെ കാണാണ്, സീനിൽ കാണുന്നത് സഹറ നോട്ട്ബുക്കില് എഴുതുകയാണ്. മംബ്ലിംഗ് ആസ് ഷീ റൈറ്റ്സ്. എഴുതിക്കൊണ്ടേ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് എഴുതുകയാണ് കേട്ടോ. അലി, യു ഹാവ് സം നെർവ്. നിനക്ക് നല്ല ധൈര്യം ഉണ്ടല്ലോ എന്ന്. യു ലോസ്റ്റ് മൈ ഷൂസ്. നീ എന്റെ ഷൂസ് കളഞ്ഞിട്ടല്ലേ വന്നത്, നിനക്ക് നല്ല ധൈര്യം ഉണ്ടല്ലേ, നീ എന്റെ ഷൂസ് കളഞ്ഞു. ഐ വിൽ ടെൽ ദ ഡാഡ്. ഞാൻ പോയിട്ട് എന്ത് ചെയ്യാൻ പോവാ? ഡാഡിനോട് പറയാൻ പോവാണ്. ക്യൂക്ക് ക്ലോസ് അപ്പ് ഓഫ് അലി ലുക്കിംഗ് അറ്റ് സഹറ. പിന്നെ നമ്മൾ കാണിക്കുന്നത് അലി സഹറനെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നതാ കാണിക്കുന്നത്. ഷീ പാസസ് ദ നോട്ട്ബുക്ക് ടു അലി. ക്ലോസ് അപ്പ് ഓഫ് ദ നോട്ട്ബുക്ക്. വീണ്ടും നോട്ട്ബുക്കിന്റെ ക്ലോസ്. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൊടുക്കുന്നതും അതിനെ ക്ലോസ് അപ്പ് ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നുള്ളൂ. അത്രയേ ഉള്ളൂ, വേറെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. The conversation of their parents continued on the sound track. വീണ്ടും നമ്മൾ കേൾക്കുന്നുണ്ട്, ഈ പാരന്റ്സിന്റെ സംഭാഷണം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്, അവിടെ പാരന്റ്സിന്റെ സംഭാഷണം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. Now less audible. ഇപ്പൊ കുറച്ച് ഓഡിയബിൾ, ശബ്ദം കുറഞ്ഞു. Interspersed by the beat of the hammer on the block. ബ്ലോക്ക് ഈ ഹാമർ കൊണ്ട് ചിറ്റിയെ കൊണ്ട് അടിക്കുന്ന ശബ്ദവും. ക്ലോസ് അപ്പ് ഓഫ് അലീസ് റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിലെ അലി എഴുതുന്നതും ഇങ്ങനെ കാണിക്കുകയാണ്. Two close-ups of father working on the other end of the room, looking at the camera, interspersed with a close-up of Alice and Sahara and a middle-range shot showing them. നമ്മൾ കാണിക്കുന്ന അവരുടെ തമ്മിലുള്ള സംഭാഷണം അവിടെ കേൾക്കുന്നുണ്ട്. ഇവിടെ അലിയും സഹറയും തമ്മിലുള്ള ഒരു മിഡിൽ റേഞ്ച് ഷോട്ട് ഓഫ് ഷോയിങ് ദം.
Ali writes in the notebook and passes it to വീണ്ടും അലി അത് വാങ്ങിച്ച് അവൾ പറഞ്ഞു ഞാൻ ഡാഡിയുടെ അടുത്ത് പറയാൻ പോവാന്ന് പറഞ്ഞപ്പോ അലി അത് വാങ്ങിച്ച് അവൻ എഴുതി കൊടുക്കുകയാണ് ടു സഹറ. Sahara reads what Ali has written in the notebook in a whisper. Whisper പതുക്കെ മന്ത്രിച്ചുകൊണ്ട് പതുക്കെ അവൾ വായിച്ചു അലി എഴുതിയത് എന്താണ്. എന്താ എഴുതിയത്? സഹറ, if you tell dad, ഡാഡിയുടെ അടുത്ത് നീ പോയി പറയുകയാണെങ്കിൽ he will beat both of us. രണ്ടുപേരും അടിക്കും, എന്നെ മാത്രമല്ല നമ്മൾ രണ്ടുപേരും അടിക്കും. കാരണം because he doesn't have the money to buy you a pair of shoes. നിനക്കൊരു ഷൂസ് ഇപ്പൊ പുതിയത് വാങ്ങിച്ചു തരാൻ അവന്റെ കയ്യിൽ പൈസ ഇല്ല. അതുകൊണ്ട് ആ ദേഷ്യത്തിന് ഫാദർ നമ്മളെ രണ്ടുപേരും പിടിച്ചു തല്ലും. അതുകൊണ്ട് നീ ഫാദറിനോട് പറയണ്ടായിരുന്നു. സഹറ റൈറ്റ്സ് then what should I do? അപ്പൊ അവള് തിരിച്ചു വേറെ വീണ്ടും അവൾ കുറിപ്പ് എഴുതി കൊടുക്കാണ്. എങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യാം? in the notebook and passes it to അലി. അലിക്ക് കൊടുക്കുകയാണ്. റൈറ്റ്സ് അപ്പൊ അലി തിരിച്ചിങ്ങോട്ട് you can wear my sneakers. നീ എന്റെ ഷൂസ് ഇട്ടോളാൻ. and passes the notebook back. തിരിച്ചു കൊടുത്തു. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പുസ്തകം കൈമാറാൻ അവൻ എന്താണ്? you can wear my sneakers. എന്റെ ഷൂസ് നീ ഇട്ടോളാനായിട്ടും. സഹറ റൈറ്റ്സ് I will wear them when you come back from the school. നിന്റെ സ്നിക്കർ ഇടണമെങ്കിൽ എന്ത് വേണം? when you come back from the school. നീ സ്കൂളിൽ തിരിച്ചു വന്നിട്ട് അത് കിട്ടണമെങ്കിൽ എന്നിട്ടാണോ ഞാൻ ഇടേണ്ടത് എന്ന്. during the passing of the notebook back and forth. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നോട്ട്ബുക്ക് അങ്ങോട്ടും പാസ് ചെയ്യാണ്. only the notebook in the close-up. ഇപ്പൊ എന്താ കാണുന്നുള്ളൂ? സീനിന്റെ ക്ലോസപ്പ് ആയിട്ട് നോട്ട്ബുക്ക് കാണാണ്. and the hands are visible in the frame. ഇവര് എഴുതുക, കൈമാറുക, അങ്ങോട്ട് കൈമാറുക, ഇങ്ങോട്ട് കൈമാറുന്നത്. ഈ സീനില് ഈ നോട്ട്ബുക്കും ഈ കൈകളും മാത്രം കാണിക്കുന്നുള്ളൂ. ക്ലോസപ്പ് ഓഫ് സഹറ റൈറ്റിംഗ്. അങ്ങനെ അവസാനം സഹറ എഴുതുന്നത് കാണിക്കുകയാണ്. the stub of her pencil break. അവൾ എഴുതുന്ന സമയത്ത് അവളുടെ പെൻസിലിന്റെ സ്റ്റബ് ആ മൊന പൊട്ടി. മൊന ഒടിഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പൊ അലി എന്ത് ചെയ്യാണ്? രണ്ടുപേരും ദേഷ്യത്തിൽ നിൽക്കാണ് അല്ലെ. പക്ഷെ പെൻസിലിന്റെ മൊന ഒടിഞ്ഞ സമയത്ത് അലി എന്താ ചെയ്തത്? അലി put his pencil. അവന്റെ പെൻസിൽ എടുത്ത് കൊടുക്കണം അവൾക്ക്. on the notebook for her to write. എഴുതാൻ വേണ്ടി ആ നോട്ട്ബുക്കിലേക്ക് ആ പെൻസിൽ വെച്ച് കൊടുത്തു, അവന്റെ പെൻസില്. പക്ഷെ സഹറ does not take the pencil. അവൾ ആ പെൻസിൽ വാങ്ങിക്കുന്നില്ല. ക്ലോസ് അപ്പ് ഓഫ് ദ പെൻസിൽ ലൈനിങ് ഓൺ ദ നോട്ട്ബുക്ക്. അപ്പൊ നോട്ട്ബുക്കിലെ ആ പെൻസിൽ ഇരിക്കുന്നത് അതാണ് ക്ലോസ് അപ്പിൽ അവസാനം നമുക്ക് കാണുന്നത്. ആ സീനിന്റെ അവസാനം ക്ലോസ് അപ്പില് എന്ത് കാണിക്കാണ്? പെൻസിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ആ കുട്ടികളുടെ തമ്മിലുള്ള തർക്കം ഇത്രയും നമുക്ക് ആ പാഠത്തിലുള്ളൂ. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാനുള്ള ധൈര്യം അവർക്കില്ല. കാരണം പാരന്റ്സിന്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ ആ പാരന്റ്സ് അവരുടെ ദാരിദ്ര്യം പറഞ്ഞു. അപ്പൊ ഒരു ഇറാനിയൻ ഫിലിമില് ആ ഒരു ഇറാനിയൻ ഫാമിലിയിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഇല്ലായ്മ, അതാണ് നമുക്ക് ഇവിടെ സീനില് കാണിക്കുന്നത്. അപ്പൊ ഇത്രയേ പാടുള്ളൂ. പാഠം നമ്മൾ അവസാനിച്ചു.